എന്തായാലും ഒരു വിധത്തിൽ ജോലിയൊക്കെ ഒതുക്കി ഇനി അല്പം റെസ്റ്റ് ആകാം അല്ലേ? വാ നമുക്കൊരു മൂവി കാണാം. ചായ, എനിക്ക് ബനാന മിൽക്ക് വേണം, എടുത്തു തരുമോ? ഇവ ഞാൻ കളിക്കുന്ന കണ്ടില്ലേ, പോയേ. ചായ പ്ലീസ്. നിന്നോടല്ലേ ഇവ പറഞ്ഞേ, പോയേ. മിണ്ടൂല, പോ. ഇവ എന്തൊറ്റി? വേദനിച്ച് വഴക്ക് പറഞ്ഞു. എന്തിന്? ബനാന മിൽക്ക് എടുത്തു തരുമോന്ന് ചോദിച്ചേന്. സാരമില്ല, ഇവയ്ക്ക് ഞാനില്ലേ, ഞാൻ എടുത്തു തരാം. വാ. തരുമോ? വാ, ഫ്രിഡ്ജിൽ കാണും, നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതെല്ലാം താഴെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. മമ്മി ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരിക്കും. അത് ശരിയാ. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളെന്താ ഈ നോക്കുന്നേ? ബനാന മിൽക്ക്, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങള് മമ്മിയെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. എന്നാ നിങ്ങൾ ജോലി ചെയ്യും, ഞങ്ങൾ ബനാന മിൽക്ക് തപ്പാം. ചായ, ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കാം. അത് വേണോ? അതു നീ ഇവിടെ നീ ഓറഞ്ച് കഴിക്കും, ഞാൻ പാത്രം കഴുകാം. ചായ. എന്നതാടി അടുക്കളയിൽ ഒരു സൗണ്ട് കേൾക്കുന്നേ? ശരിയാണല്ലോ, നമ്മുടെ കുട്ടിപ്പട്ടാളം എന്തിയേ? അവർ റൂമിൽ കാണും. എന്നാ അവര് റൂമിലില്ല, അടുക്കളയില്ല. എന്റെ കർത്താവേ, എന്റെ അടുക്കള വാടി മേരി. എന്റെ മാതാവേ, ഏതാ അലിസമ്മ? എന്നെ കടയിൽ കാണിക്കുന്നത്? മമ്മിമാരെ ഹെൽപ്പ് ചെയ്യാ. കഴുകിയ പാത്രങ്ങളാണോടാ ഏതാ നീ വീണ്ടും വീണ്ടും കഴുകി വെക്കുന്നേ? എമി, എന്നതാടി കാണിക്കുന്നേ? മമ്മി, ഇന്ന് രാത്രി ചപ്പാത്തി. അയ്യോ എന്റെ കർത്താവേ, ഈ പന്ന കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്. ആലിസേ, ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. ആരോൺ, മമ്മി, എന്തിനാണ് ഈ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ താഴെ ഇട്ടേക്കുന്നത്? എന്നതാണാ നീ കാണിക്കുന്നേ? മമ്മി, ഇവിടെ ബനാന മിൽക്ക്. മമ്മി, ഇവിടെ ബനാന മിൽക്ക് വേണം. അല്ല, ആ പൂച്ചക്കുട്ടി എന്തി? മമ്മി, ഇവിടെ ഇവിടെ. ഏബൽ, ആനി. മമ്മി, എന്നാ പറ്റി? നിന്റെ ഒക്കെ അനിയത്തിമാരെ അനിയന്മാരെ വേണമെങ്കിൽ ഇപ്പൊ എടുത്തോട്ട് പൊക്കോണം, അല്ലെങ്കിൽ ഇതിനൊക്കെ എടുത്ത് ഞാൻ അടുപ്പേ വെക്കും. ആനി, ഇച്ഛായ പോരാളികൾ കൽപ്പില്ല, എല്ലായിടത്തിനെ പറക്കി എടുത്തോ. വാ പിള്ളേരെ. ഇച്ചായ, ബനാന മിൽക്ക്. ഈ ഇച്ചാനില്ലേ ഇവിടെ? എന്റെ ഇവക്കൊച്ചിന് ഞാൻ എത്ര ബനാന മിൽക്ക് മേടിച്ചു തരാം. ബാ ഇപ്പോ. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. അത് ശരിയാ. ആരോണിനെ കണ്ടില്ലേ, ഇവയ്ക്ക് വേണ്ടി ബനാന മിൽക്ക് തപ്പ്, അതും ആ സാധനങ്ങളെല്ലാം പറക്കി താഴെ ഇട്ടിട്ട്. എൻ്റെ കൊച്ചിൻ്റെ ഒരു ഡെഡിക്കേഷനേ. അതുപോലെ തന്നെ എത്ര കെയർ ആയിട്ടാ അവൻ ആ ഓറഞ്ചും കൊടുത്ത് അവളെ അവിടെ ഇരുത്തിയിരുന്നത്. ശരിയാ, അതുപോലെ തന്നെ ആഡം. എമി ആ മാവ് കഴിക്കുമെങ്കിലും ടെൻഷൻ മൊത്തം അവനായിരുന്നു. അതല്ലേ അടുത്ത് നിന്ന് മാറാതെ അവിടെ തന്നെ ഇരുന്നത്. കെട്ടുപ്രായം ആവട്ടെ. ദേ ആലിസേ, എൻ്റെ ഏതിന് നിന്റെ ആദ്യനെ ഇങ്ങ് തന്നോണം കേട്ടോ. എൻ്റെ ചെറുക്കിന് ഇപ്പം തന്നെ അവളില്ലാതെ പറ്റണില്ല. തന്നേക്കാവേ. അതിനു പകരം ഇവേ നീ എൻ്റെ ആരോണിങ് തന്നാ മതി. എന്താണ് മമ്മിമാര് ഇവിടെ ഞങ്ങളറിയാതൊരു ചർച്ച? അതിച്ചായ, കെട്ടുപ്രായം എത്തുമ്പോ പെങ്കൊച്ചുങ്ങളൊന്നും എന്നെ വിട്ട് വിടാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നിങ്ങളുടെ പ്ലാൻ എന്താണ്? അത് അവരെ നമുക്ക് നമ്മുടെ ചെറുക്കന്മാരെ കൊണ്ടങ്ങ് കെട്ടിക്കാം. അങ്ങനെ. എന്നിട്ട് ആർക്കൊക്കെയാണ് തീരുമാനിച്ചേ? ആനി ഏബലിനെ കൊണ്ട് കെട്ടിപ്പിക്കാം, എമിയെ ആഡത്തിനെ കൊണ്ട്, ആദോനെ ഏതനെ കൊണ്ട്, ഇവയെ ആരോണിനെ കൊണ്ടും. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്ലാൻ? അതൊക്കെ ഇരിക്കട്ടെ, വളർന്നു കഴിയുമ്പോ ഇവരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ഞങ്ങളുടെ മക്കൾ എന്നും ഇതേപോലെ ആയിരിക്കും. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായം നേരം മാനിൻ കുഞ്ഞായി മാറും നേരം
കൈയരുളും നാണ്യം നീയല്ലേ. കൈവല്യമല്ലേ വിഷുവിൻ കൈനീട്ടമല്ലേ, കന്നിവയിൽ കൈയരുളും നാണ്യം നീയല്ലേ. വിണ്ണിൽ നിന്നും മണ്ണിൽ ചിന്നും സമ്മാനം ചേലിൻ പൊന്മകനെ ചേരും നാളല്ലേ എന്നാനന്ദം നീയേ. പൂമടിത്തട്ടിലെ പുഞ്ചിരി ചന്തമായി മിന്നും പൊന്നേ, നിന്നിളം ചുണ്ടിനോടൊത്തിരി കൊഞ്ചേ ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയാണീ അമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകിലെ നീ കളിയാടി വരും നേരം കാതോത്തിരുന്നീ അമ്മ. പിച്ച പിച്ച ഇച്ചായ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ബർത്ത്ഡേയാ. നമുക്ക് എല്ലാരെയും വിളിച്ചൊരു പാട്ട് നടത്താം. ഏയ് പാർട്ടി ഒന്നും വേണ്ട ഇച്ചായ. അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ വെച്ച് നമുക്കൊരു കേക്ക് മുറിക്കാം. അത് മതി. എന്നാ അത് മതി, അങ്ങനെ നടത്താം. ഇതാര്? ആലിസമ്മയുടെ ഇവക്കുട്ടിയാ, ചുന്ദരി ആയല്ലോ. വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. നിറതിങ്കളേ നറുപൈതലേ, ഇനി എന്നുമെൻ പൊന്നുണ്ണിയല്ലേ. ഒളിമിന്നി നീ എന്നുള്ളിലാകെ, ഇടനെഞ്ചമോ പുതുമഞ്ചമായി ചമയുന്നിതാ വാത്സല്യമോടെ, പുണരുന്നിതാ പൊന്നുമ്മയോടെ. ഇവ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതെന്താ? ഇത് ചരഞ്ഞല്ലേ? ഓ എനിക്ക് ഇഷ്ടായി ഉമ്മ. വായ് വാ നമുക്ക് കളിക്കാം. വീഴാതെ നോക്കി കളിക്കണേ മക്കളെ. ഇതൊരുപാട് കുട്ടികളുണ്ടല്ലോടാ. സാറ് പറഞ്ഞ കൊച്ചിന് ഇതിനകത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഏറ്റവും ചെറുതാന്നല്ലേ പറഞ്ഞേ, ചിലപ്പോ അതായിരിക്കും. മോളെ, ആരാ? മോളുടെ പപ്പയുടെ ഫ്രണ്ട്സാ ഞങ്ങള്. ഓ എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് വന്നയാണോ? ആ അതെ. മോക്ക് ഗിഫ്റ്റ് വേണ്ടേ? വാ നമുക്ക് പോയി മേടിക്കാം. പപ്പ. പപ്പ അറിയണ്ട, സർപ്രൈസാ. മോള് വാ. ആ ഇവ ഇവ നീ എവിടാ? ഇവ ഇവ എന്തിയടാ? ആ കാണുന്നില്ല. എന്താ? എന്തുപറ്റി ആരോൺ? ഇവ കാണുന്നില്ല ചേച്ചി. അവള് മിക്കവാറും ഒളിച്ചിരിക്കായിരിക്കും. ഇവ ഒളിച്ചിരിക്കാതെ ഇങ്ങ് വാ. ഇവ മോളെ വാ. ഇവ വാടി. ആനി, അവളെവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇച്ചായ, ഇച്ച ഇവ കണ്ടോ? മോളെ, മമ്മി, പപ്പ. എന്താ ഇനി? എന്തിനാ നീ കരയുന്നേ? മമ്മി, ഇവ കാണുന്നില്ല. എന്താ? ഇവ മോളെ, എന്റെ മാതാവേ, എന്റെ കൊച്ച് ഇച്ചായ. നീ കരയാതെ, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. വാടാ. ആലിസ്, എന്റെ കൊച്ച്. എടി സമാധാനപ്പെട്, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. മമ്മി ഇവ ആരോൺ, ഇവ എന്തി മമ്മി? ഇവ എന്തി? മമ്മി എനിക്ക് ഇവ കാണണം. മമ്മി ഇവ എവിടെ നീ? എന്താ ഇച്ചായ? ഒരു വിവരമില്ല. CCTV നോക്കിയപ്പോ ആരോ കുഞ്ഞിനെ കൊണ്ടുപോയത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ മാതാവേ, എന്റെ കുഞ്ഞ്. ഞാനിനെ എവിടെ പോയി നോക്കും? എന്റെ കുഞ്ഞ്. മേരി, കരയാതെടി. ഇച്ചായ, നമ്മുടെ കുഞ്ഞ്. എന്റെ കർത്താവേ. ആലിസ്, കുഞ്ഞുങ്ങളോ? ഏതിനും ആരോണ്ടും പനി അയച്ചായ. ബാക്കിയുള്ളവര് കരഞ്ഞു ഉറങ്ങിപ്പോയി. എനിക്ക് വയ്യ. എന്റെ കുഞ്ഞുങ്ങളത് ഞാൻ എന്തും പറയും. ആനി ഏബലും ഒന്നും പറയാതിരിക്കും. ഒന്നും മിണ്ടുന്ന പോലും ഇല്ല. അവരെവിടെ? അവർ കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ട് ചായ. ഞാൻ എന്ത് പറയാനുണ്ട് കുഞ്ഞുങ്ങളോട്? ഇവ ചോദിച്ചാൽ ഞാൻ എന്തുതരം പറയും? എൻ്റെ ആദൂനോട് ഞാൻ എന്തു പറയും ചായ? എൻ്റെ ആരോൺ എത്ര നേരം കൊണ്ട് അവളെ ചോദിക്കുന്നറിയോ?
ഞാൻ എന്ത് പറയാ എന്റെ കൊച്ചുങ്ങളോട്? നീ ഇങ്ങനെ കരയാതെ ആലിസേ, നമുക്ക് കണ്ടുപിടിക്കാം. ജോണെ, മാത്യു, എന്റെ കുഞ്ഞ്, ഞാനിനെ എവിടെ പോയി കണ്ടുപിടിക്കണം അവളെ? എടാ എടാ, നീ ഇങ്ങനെ കരയാതെ, നമുക്ക് നോക്കാം. എന്നിട്ട് ഇതുവരെയായിട്ടും ഇവ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഇല്ല. എങ്ങനെ കണ്ടെത്താനാടോ? കുഞ്ഞിലെ കണ്ട മുഖം മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അത് വെച്ച് എന്ത് ചെയ്യാനാ? മാതാവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ഒരിക്കൽ ആ മാതാവ് തന്നെ കാട്ടിത്തരും നിങ്ങളുടെ ഇവ. എന്നാ ഞാൻ പോവാ, എനിക്ക് ക്ലാസ് ഉണ്ട്. അതെ. അല്ല, താൻ എല്ലാവരുടെയും ക്ലാസ്സിൽ ഇങ്ങനെയാണോ? എങ്ങനെ? അല്ല, ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ ആയിരുന്നോന്ന്. അല്ല. അതെന്താ അങ്ങനെ? അതിന് സാറെന്തിനാ അടുത്ത് വരുന്നേ? അല്ല, പറ, അതെന്താ അങ്ങനെ? അത് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കാനാ തോന്നുന്നേ. തോന്നലൊക്കെ കൊള്ളാം. പഠിച്ചില്ല കിട്ടാൻ പോന്നെ. ഞാൻ പഠിച്ചോളാം, അങ്ങോട്ട് മാറ്. ഞാൻ പോവാ. കടുവ ഡി, ഞാൻ പോയി. ആരോൺ, എങ്ങനെയുണ്ട് ഇവ? കുഴപ്പമില്ല ചേച്ചി. ആരാടാ അത്? ഓഫീസിൽ നിന്ന് വെച്ചായാ? നീ കോൾ എടുക്ക്. പ്രിയ പറഞ്ഞോ. ഇച്ചായന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആടോ. അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഗുഡ് നൈറ്റ്. കണ്ടോ എമി, ഗുഡ് നൈറ്റ് എന്ന്. നിന്നോട് ഇതുവരെ ഇച്ചായനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇയാളെ ഞാൻ. അതെ, എനിക്ക് എൻ്റെ ഇച്ചായനെ ജീവനോടെ കാണണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയില്ലേ, അതങ്ങ് നിർത്തിക്കോ. ഇച്ചായ, നിങ്ങളുടെ പിയുടെ നമ്പർ എനിക്കൊന്ന് വേണം. വാട്സപ്പ് ചെയ്തേക്ക്. എന്തിന്? ചോദ്യമൊന്നും വേണ്ട, സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇവൾക്ക് ഇതെന്ത് പറ്റി? എടാ, വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, അയച്ചു കൊടുത്തേക്ക്. അയച്ചായ. ഹലോ, ഇതാരാ? രേണു അല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ നിങ്ങളുടെ ഏബിൾ സാറിന്റെ സിസ്റ്ററാ. മനസ്സിലായി, എമിലി മാം അല്ലേ? അതെ, താൻ എന്നെ എമ്മിന്ന് വിളിച്ചാൽ മതി. ഓക്കെ. എന്തിനാ എന്നെ വിളിച്ചേ? നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രിയ ഇല്ലേ? ആളെങ്ങനാ? ആള് വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നേ. അല്ല, നിങ്ങളുടെ ആഡം സാറിനോട് എങ്ങനാ കുട്ടി? സാറിനോടൊരു പ്രത്യേക ഇഷ്ടവും കെയറിങ്ങും ഒക്കെയാ. സത്യം പറഞ്ഞ ഇവിടെ ആർക്കും അവളെ തീരെ ഇഷ്ടമല്ല. അതെന്താ? അത് സാറിനോട് ക്ലോസ് ആകാൻ പറ്റുന്ന ചാൻസ് ഒന്നും അവളങ്ങനെ കളയാറില്ല. എപ്പോഴും സാറിന്റെ വാലത്തൊങ്ങി നടന്നോളും. നിങ്ങളുടെ സാറെങ്ങനെ അവളോട്? സാറെല്ലാരും പോലെയാ അവളെയും കാണുന്നത്. പിന്നെ അവളാ ഇങ്ങനെ. ഓക്കെ. പിന്നെ നമ്മളെ സംസാരിച്ചത് ആരും അറിയണ്ട കേട്ടോ. ഓക്കെ. ആഡം, വാ പോകായ. പോകാം. നീ ഇതെങ്ങോട്ടാ പോന്നെ? കമ്പനിയിലോട്ട്. നിനക്ക് ക്ലാസ് ഇല്ലേ? പോർഷനൊക്കെ ഒരുവിധം തീർന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തിനാ വെറുതെ അവിടെ പോയിരിക്കുന്നത്. ഓഫീസിൽ വന്നിട്ട് കുറച്ച് നാളായില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് വരാന്ന് വെച്ച്. എന്നാ നീ വാ. എമി, പുറകേന്ന് വിളിച്ച് തെണ്ടി. നീ ഇതെവിടെ പോന്നെ? കമ്പനിയില്. അപ്പോ നീ കോളേജിൽ വരുന്നില്ലേ? അവൾക്ക് വർക്കില്ലല്ലോ, പിന്നെന്തിനാ അവള് വരുന്നത്? വർക്കില്ലാന്നോ? ഇല്ല, ഇന്നെല്ലാം കൂടെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഇച്ചായ, നമുക്ക് പോവാം. പോക്കത്ത് ശരിയല്ല. പ്രിയ ജീവനോടെ വെച്ചാ മതിയായിരുന്നു അവള്. നിങ്ങൾ അനിയത്തിയല്ലേ, അങ്ങനെ വരും. ഇനി എന്നെ മണ്ടയ്ക്ക് കയറി കോളേജിൽ പോവാൻ നോക്കടി. ചെല്ലി പോടോ. നീ പൂടി പൂച്ചക്കുഞ്ഞായി. എടോ, എന്താ അവിടെ? ഒന്നുമില്ല അമ്മച്ചി, ഞങ്ങളിവിടെ വെറുതെ. അതോ, നീ പോയി റെഡിയാവും. ശരി ചായ. എമി. അലക്സ്, എങ്ങനെ പോന്നു? നന്നായി പോന്നു. നീ ക്യാബിനിലോട്ട് വരുന്നില്ലേ? ഇച്ചാൻ പൊക്കോ, ഞാൻ വരാം. എമി, എന്നാ ഞാൻ ക്യാബിനിലോട്ട് പോവുകയാണേ. രേണു, ഞാൻ തന്നെ. എവിടെ മറ്റേ സാധനം? ഇപ്പൊ വരും കോഫി ആയിട്ട്. ഓക്കെ, ഞാൻ ആടെ വെച്ച എൻ്റെ ക്യാബിനിൽ കാണും. ഇവളെന്താ വരാത്തേ? ഇനി വരാതിരിക്കൂ. എന്താ? ഒന്നുമില്ല. സർ, മേ കം ഇൻ? വാടി ഏപ്പരാച്ചി, ഈ എമ്മി ആരാ നിനക്ക് കാണിച്ചു തരാം. യെസ്, കം ഇൻ.
എന്നോട് അവള് കളി. പ്രിയ എങ്ങോട്ടാ? അല്ല പ്രിയ, ഉം. ഒന്നും കാണാത്ത പോലെ ഇരിക്കുന്നതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ആ എന്താ സാർ, എന്തു പറ്റി? അലക്സ് നിക്ക്, എമി കളിക്കട്ട്, നമുക്ക് ഗാലറിയിൽ നിന്ന് കളി കാണാം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വെയിറ്റ് ആൻഡ് സീ മാൻ. അയ്യോ സോറി മാം, ഞാൻ കണ്ടില്ല. നീ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. ആരാ നീ? നിനക്കെന്താ ഇവിടെ കാര്യം? അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ മോളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? നിന്റെ ഇപ്പോഴത്തെ ഈ പോക്കത്ര ശരിയല്ല, അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തിക്കോ. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. ഇതൊക്കെ പറയാൻ നീ ആരാ? ബിക്കോസ് ഷീസ് മൈ ഫിയാൻസേ. ഇനി കൂടുതൽ എന്തെങ്കിലും പ്രിയക്ക് അറിയണോ? വേണ്ട സാർ. യു മേ ലീവ് നൗ. അതെ മാഡം, ഒന്ന് നിന്നേ. ഈ രാത്രിയുള്ള വിളിയും പിന്നെ കോഫി കൊണ്ടുവരലും ഒക്കെ നിർത്തിക്കോ, അല്ലേലും അത് മാഡത്തിന്റെ ജോലിയെ ബാധിക്കും. ഓക്കെ, പൊക്കോ. ദേവു വാ. ആ. എന്താ, നിനക്കിനി വല്ലതും പറയാനുണ്ടോ? ഏയ് ഇല്ല. എന്നാ വീട്ടിൽ പൊക്കോ. വീട്ടിൽ പൊക്കോളാൻ. ഒരു ഹഗ് താ മാഡം. ഇങ്ങ് വാ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ സർ. ആ ഓക്കെ. നിനക്ക് പുച്ഛല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാടി പൂച്ചക്കുഞ്ഞ്. അത് ഇങ്ങനല്ല. ഇങ്ങനെ, ഇതാണ് കറക്റ്റ്. ഇയാള് ഇപ്പോ മനസ്സിലായോ? മനസ്സിലായി. താങ്ക്സ് സർ. എടാ ആ സൈഡല്ലേ? ആടി. ആ വാ. ഇവ എല്ലാരും ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സാർ